ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പുതിയ പ്രമോ നോക്കിയാലോ. നിധിയുടെ പിറന്നാളാണ്. അങ്ങനെ തലേ ദിവസം സുധീഷ് നല്ല അടിപൊളിയായിട്ട് നിധിക്കൊരു സർപ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. തലേ ദിവസം എന്ന് പറയുമ്പോൾ രാത്രി 12 മണിക്ക് കേട്ടോ. അവളുടെ ബർത്ത്ഡേ അപ്പോഴാണല്ലോ സ്റ്റാർട്ട് ആവുന്നത്. അങ്ങനെ ജസ്റ്റ് ഒരു കുഞ്ഞി കേക്കൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വളരെ അധികം സർപ്രൈസ്ഡ് ആയിട്ടായിരുന്നു അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ പ്രമോയിൽ കാണിക്കുന്നത് നിധി പോലീസിനടുത്തേക്ക് പോകുന്നതാണ് കേട്ടോ. അതായത് നിധിയുടെയും സുധീഷിൻ്റെയും കല്യാണം തന്ത്രപരമായി നടത്തിയത് ആ ഒരു പോലീസ് ആയിരുന്നല്ലോ. അതുമാത്രമല്ല, അവൾ ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഈ ഒരു പോലീസിനെ മുൻനിർത്തിയിട്ടാണ് സുധീഷ് കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് ഡിവോഴ്സ് കിട്ടാതെ പോയതും. അങ്ങനെ വീണ്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ, അതായത് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടും എന്തൊക്കെയോ കാരണം കൊണ്ട് അത് കിട്ടുന്നില്ല, അതൊന്നും റെഡി ആവുന്നില്ല. അങ്ങനെയാണ് അവൾ ആ പോലീസിനെ കാണാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ആ പോലീസ് പറയുന്നുണ്ട്, ആ ചെറുക്കൻ അത്രയും സങ്കടപ്പെട്ട് എന്നെ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ കുട്ടിയെ വിളിച്ചത്. അത് കേട്ടപ്പോൾ അവൾ ഷോക്കാവുന്നുണ്ട് കേട്ടോ. കാരണം അവൾക്ക് അറിയില്ലല്ലോ സുധീഷ് അവളെ സ്നേഹിക്കുന്നത്. അവനൊരുപാട് അവളോട് സ്നേഹിക്കുന്ന രീതിക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ അവളെ കളിയാക്കാനോ അല്ലെങ്കിൽ തമാശ രൂപേണേ അവൾ കണ്ടിട്ടുള്ളൂ. ഇത്രയും സീരിയസ് ആണെന്ന് അവൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ അവൾ ഷോക്കായിട്ട് പറയുന്നുണ്ട്, 2 തവണയും സുധീഷ് തന്നെയാണോ സാറിനോട് വിളിച്ചു പറഞ്ഞത്? അത് കേട്ടപ്പോൾ ആ സാറ് പറയുന്നുണ്ട്, അതേ കുട്ടി, അവന് കുട്ടിയെ ഡിവോഴ്സ് ചെയ്യാൻ ഒരു താല്പര്യമില്ല, അവന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അത് കേട്ടപ്പോൾ അവൾ ഷോക്കാവുന്നുണ്ട് കേട്ടോ. വീഡിയോയ്ക്ക് ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ നല്ല പാട്ടൊക്കെ പോകുന്നുണ്ട്. ഇതൊരു പ്രണയത്തിലേക്കാണോ അവസാനിക്കുന്നത് അല്ലെങ്കിൽ വിരഹാണോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ചെറിയ ഹോപ്പ് ഉണ്ട് കേട്ടോ. നിധിയുടെ ഫേസ് കാണുമ്പോൾ എന്തൊക്കെയോ ഒരു ഹോപ്പ് ഉണ്ട്. ഈ ഒരു കാര്യം കേട്ട് അതീവ ഷോക്കോട് കൂടിയിട്ടാണ് കേട്ടോ അവൾ ആ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത്. അതും അത്രയധികം അവൾ ചിന്തിച്ച് കൂട്ടുന്നുണ്ട്. സുധീഷ് അവളെ കല്യാണം കഴിച്ചതും അവൻ അവളോട് ഇടപെട്ട കാര്യങ്ങളും സ്നേഹത്തോടെ പെരുമാറിയതും അവൾക്ക് വേണ്ടി ചെയ്തു തന്നതും എല്ലാം അവൾ ആ ഒരൊറ്റ ഫ്രെയിമിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ പിന്നീട് നമ്മൾ അത്ര ഹാപ്പി ആക്കുന്ന ഒരു സീനാണ് വന്നിരിക്കുന്നത്. അതായത് സുധീഷ് അവളെ പ്രപ്പോസ് ചെയ്യുന്നു, അതോ അവൾ സുധീഷ് ഗിഫ്റ്റ് കൊടുത്ത സാരിയാണ് ഉടുത്തിരിക്കുന്നത് കേട്ടോ. അവൾക്ക് ബർത്ത്ഡേക്ക് വേണ്ടി അവൻ സ്പെഷ്യലായിട്ട് വാങ്ങിയ ഒരു സാരിയായിരുന്നു അത്. അതിലവൾ സുന്ദരിയായിരുന്നു. ആ സാരിയിലാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ സുധീഷ് അവൾക്കൊരു ഫ്ലവർ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഐ ലവ് യു എന്ന് പറയുന്നുണ്ട്. ഫ്ലവറിൻ്റെ ഒരു ബൊക്ക. എന്നിട്ട് ഐ ലവ് യു എന്ന് പറയുമ്പോൾ നിധി മനസ്സറിഞ്ഞ് ചിരിച്ചിട്ടാണ് കേട്ടോ സുധീഷിൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കുന്നത്. അത് കണ്ടപ്പോൾ സുധീഷ് ഷോക്കാവുന്നുണ്ട്. അവൻ ഇത്രയും കാലം ആഗ്രഹിച്ചൊരു കാര്യമാണല്ലോ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അതോടുകൂടി ഈ ഒരു പ്രമോ അവിടെ അവസാനിക്കുന്നുണ്ട്. ചിലപ്പോൾ സുധീഷിൻ്റെ സ്വപ്നമായിരിക്കാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നിധിയുടെ അടുത്ത് അവൻ ചെയ്ത് കൂട്ടിയത് അവൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ. കാരണം ഈ ഒരു കല്യാണം അവൾക്കൊരു ചങ്ങലക്കെട്ടാണ്. അപ്പം അതിൽ നിന്ന് അവൾക്ക് മൂവ് ചെയ്താൽ മാത്രമല്ല ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പം അതിന് സുധീഷാണ് തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പം എന്തായെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും എപ്പിസോഡ് വന്നിട്ട് അത് കണ്ടിട്ടേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും സുധീഷിൻ്റെയും നിധിയുടെയും പ്രണയം എത്രയും പെട്ടെന്ന് പൂവണിയട്ടെ. അവൻ ഇത്രയൊക്കെ അവളെ സ്നേഹിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോഴും അതൊന്നും കാണാതിരിക്കാൻ അവൾക്ക് പറ്റില്ലല്ലോ. എന്തായാലും ഇനിയും അവൾക്ക് ഇതൊന്നും കാണാതിരിക്കാനും മിണ്ടാതിരിക്കാനും പറ്റില്ല. അവളുടെ ഉള്ളിലും ഒരു ഇഷ്ടമൊക്കെ ഉണ്ട്. അത് ചില എപ്പിസോഡുകളിലൊക്കെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്, അവർ ഹിന്റ് തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ. അത് സ്വപ്നമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അതിന് വീഡിയോ വന്നേ പറ്റൂ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക്